തിരുവനന്തപുരം വിമാനത്താവളത്തിലെ കരാർ ജീവനക്കാരുടെ സമരത്തിൽ ഇപ്പോൾ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. പണിമുടക്കുന്ന ജീവനക്കാരുമായി ലേബർ കമ്മീഷണർ അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച നടത്തും. എയർ ഇന്ത്യ സ്റ്റാറ്റസിലെ കരാർ തൊഴിലാളികളുടെ സമരം യാത്രാ, കാർഗോ, വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. വിമാനങ്ങളിൽ കയറ്റി അയക്കേണ്ട 20 ടൺ ഭക്ഷ്യവസ്തുക്കളാണ് കെട്ടിക്കിടക്കുന്നത്. ഈ വാർത്തയിലേക്ക് തിരികെ എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റാറ്റ്സിലെ കരാർ ജീവനക്കാരുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. വിമാനത്താവളത്തിന് മുന്നിലാണ് അവരുടെ സമരം തുടരുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ ഒരു സമരം ആരംഭിച്ചത്. ഇത് വലിയ രീതിയിൽ യാത്രക്കാർക്കുൾപ്പെടെ ബുദ്ധിമുട്ടുണ്ടായി. ഭക്ഷ്യവസ്തുക്കൾ കയറ്റി വിടുന്ന കാർഗോ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളുമായി എത്തുന്നവരൊക്കെ ഉണ്ട്. ലഗേജ് ക്ലിയറൻസിനടക്കം കാലതാമസം നേരിടുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളടക്കം ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് 2 മണിക്കൂറോളം അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഒക്കെ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അല്പസമയത്ത് ദമാമിൽ നിന്നുള്ള ഫ്ലൈറ്റ് എത്തിയിരുന്നു. ആ ജീവനക്കാരോട് ചോദിച്ച സമയത്ത് അവർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായില്ല എന്ന് പറഞ്ഞു. കാരണം സ്റ്റാറ്റ്സിലെ ഓഫീസേഴ്സിനെയും അതോടൊപ്പം തന്നെ മറ്റ് വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി താൽക്കാലികമായി ഈ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ് അധികൃതരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാരണം. ഏതാണ്ട് 600ഓളം ജീവനക്കാരാണ്, കരാർ ജീവനക്കാരാണ് ഈ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ശമ്പളവും അതോടൊപ്പം ബോണസും വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. ഈ ശമ്പള വർധന എന്നുള്ള ആവശ്യം ഇവർ കാലങ്ങളായി അധികൃതരോട് ഉന്നയിക്കുന്നതാണ്. പക്ഷേ അതിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള തീരുമാനവും ഉണ്ടായില്ല. ബോണസ് ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചിരുന്നു, അതിലും തീരുമാനമുണ്ടായില്ല. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്നൊരു സമരത്തിലേക്ക് കടക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് എന്നുള്ളതാണ് ഈ ജീവനക്കാർ പറയുന്ന ഒരു കാര്യം. ഏതായാലും 11:30 ചർച്ച നടത്താമെന്നുള്ള ഒരു കാര്യം ലേബർ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ 11:30 തന്നെ ചർച്ച ആരംഭിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശമ്പള വർധനവിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടായാൽ സമരം അവസാനിപ്പിക്കും എന്നുള്ളതാണ് ഈ കരാർ ജീവനക്കാർ പറയുന്ന ഒരു കാര്യം. ശമ്പളം വർദ്ധിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് എയർപോർട്ടിന് മുന്നിൽ, ഈ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുന്നിൽ സമരം തുടരുമെന്നുള്ളതും ഇവർ അറിയിച്ചിട്ടുണ്ട്. രശ്മി കാർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.